ആരോഗ്യ വകുപ്പിൽ നിന്ന് ഒരാൾ പോലും ഇതുവരെ ഈ വീട്ടിൽ ബന്ധപ്പെട്ടില്ലെന്നാണ് രാവിലെ ഈ കുടുംബക്കാർ പറയുന്നത്. അപ്പൊ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം ബിസ്മിറിന്റെ ഭാര്യയുടെ പരാതി സർക്കാരിന്റെ മുന്നിലുണ്ട്. സർക്കാർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഡോക്ടർമാരുടെ, സൂപ്രണ്ടിന്റെ ഒക്കെ റിപ്പോർട്ടാണ് ആദ്യം ശേഖരിക്കുക. ആ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം തീർച്ചയായും അധികൃതർ ഇവിടെ വരും, ഇവരുടെ അഭിപ്രായം കേൾക്കും, രേഖകൾ പരിശോധിക്കും. ഇപ്പോൾ CCTV ഫുട്ടേജ് നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം പിന്നെ OP ടിക്കറ്റിൽ എന്ത് ട്രീറ്റ്മെന്റാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമ്പോൾ എന്ത് ട്രീറ്റ്മെന്റാണ് ശുപാർശ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഉൾപ്പെടെ രേഖകൾ സഹിതം പരിശോധിച്ചിട്ടായിരിക്കും നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ പറ്റും. ഇതിപ്പോൾ പ്രധാനപ്പെട്ട ഒരു പരാതി വന്നിരിക്കുന്നത് ഇത് 24 മണിക്കൂറും ചികിത്സ സൗകര്യമുള്ള ഹോസ്പിറ്റലാണ്. പക്ഷെ ഇവർ രാത്രി 2 മണിക്ക് വരുമ്പോൾ ആ ഗ്രില്ല് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവർ പറയുന്ന കാരണം നായ്ക്കൾ കയറാതിരിക്കാൻ വേണ്ടി കൂട്ടത്. പക്ഷെ അങ്ങനെ ഗ്രില്ലിട്ട് ഈ താഴ്ത്തു കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഒരു ആശുപത്രിയല്ല. അത്യാസമയം വന്ന രോഗി വന്നാൽ ഇവർ തന്നെ ഏകദേശം 4-5 മിനിറ്റ് ബഹളം വെച്ച ശേഷമാണ് തുറന്നു പോലും കൊടുത്തത്. അങ്ങനെ ഒരു ആശുപത്രി ചെയ്യാൻ പാടുണ്ടോ? ഡോക്ടർമാരുടെ അഭിപ്രായം അങ്ങനെ താഴ്ത്തു കൂട്ടിയിരുന്നില്ല എന്നാണ്. ചാരിയിരുന്നേ ഉള്ളൂ, കോളിംഗ് ബെൽ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ ഈ ഡോക്ടർമാരുടെ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം അന്വേഷണത്തിൽ വരട്ടെ. അന്വേഷണത്തിൽ ഈ പറയുന്ന ഭാഗം ഉൾപ്പെടെ പരിശോധിക്കപ്പെടും. അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് CCTV ഫുട്ടേജ് ഉണ്ടായിരിക്കുന്നു. ഇത് വളരെ പ്രധാനമാണ്. മറ്റു പല സംഭവങ്ങളിലും CCTV നമുക്ക് ദൃശ്യങ്ങൾ ഇല്ല. ഇവിടെ ദൃശ്യങ്ങളുണ്ട്. പിന്നെ രോഗിയുടെ ഭാര്യ ഒപ്പമുണ്ടായിരുന്നു. അതോടൊപ്പം ഈ OP ടിക്കറ്റിൽ എന്താണ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സംഭവത്തിൽ നമുക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാവും. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരാനുണ്ട്. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ CCTV ഫുട്ടേജും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ആവശ്യമായ നടപടി, ഏറ്റവും കർശനമായ നടപടി. അന്ന് രാത്രി OP ടിക്കറ്റ് എടുത്തിട്ടില്ല, ഡോക്ടർ അതിന് ടിക്കറ്റിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ബിസ്മിറിന്റെ വൈഫ് തന്നെ പറയുന്നത്. അല്ല, ഇതിനു മുമ്പ് ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അത് ഉൾപ്പെടെ പരിശോധിക്കാം. കാരണം ഇവര് 2 ദിവസം, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് 2 ദിവസം ഈ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയിരുന്നു. അപ്പോൾ OP ടിക്കറ്റ് ഉണ്ടായിരുന്നു. ആ OP ടിക്കറ്റ് ഈ ദിവസം, മരണമടഞ്ഞ ദിവസം പരിശോധിച്ചോ, അതിലെന്താണ് എഴുതിയിട്ടുള്ളത്, ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. CPR കൊടുക്കാൻ പറഞ്ഞിട്ട് ഭാര്യ ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്തില്ല. അതുപോലെ ഓക്സിജൻ കൊടുക്കും. നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ ഞാൻ ഡോക്ടർമാര് പറഞ്ഞ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സാക്ഷി ചോദിച്ചത് ഡോക്ടർ പറഞ്ഞതല്ല. ഇപ്പോ ഈ മരണപ്പെട്ട ആളിന്റെ വൈഫ് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഡോക്ടർ പോലും മരുന്ന് ഉപയോഗിക്കാതെയാണ് മാസ്ക് എടുത്ത് വെച്ചത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാനല്ല പറയാം, ഡോക്ടർമാരാണ് പറയേണ്ടത്. ഡോക്ടർമാർ പറയുന്ന അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതിനാണ് അന്വേഷണം വെച്ചിരിക്കുന്നത്.